നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചീരുവിനെ കൊണ്ടോ ദയനെ കൊണ്ടോ പറയിപ്പിക്കാം. അവളുടെ മനസ്സ് അത്രമാത്രം നൊന്ത് കാണും. ആ എന്തായാലും നിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അതിന്റെ അർത്ഥം ഒരു ഭാര്യയുടെ കടമ അവിടെ ഏറെക്കുറെ നിർവഹിക്കുന്നുണ്ടെന്നാണ്. അത് മതിയല്ലോ രഘു. നീയേ ആ ഫയറിൽ നിർത്തി നോക്ക്. അപ്പോഴേക്ക് ഞാൻ അമ്പിളിയായിട്ട് സംസാരിക്കാൻ നോക്കാം. എപ്പോഴും നിനക്കിങ്ങനെ ഇവിടെ ഇരിക്കാനും എനിക്ക് ഫയലും കൊണ്ട് വരാനും പറ്റില്ലല്ലോ. കാര്യങ്ങൾ പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവുന്നതാണ് എൻ്റെ വിശ്വാസം. ആ ഇളം ചൂടുവെള്ളത്തില് മോന്റെ ദേഹം തുടച്ചെടുത്തപ്പോ അവൻ സ്വസ്ഥായിട്ട് കിടന്ന് ഉറങ്ങിയത് കണ്ടോ? എടി, എപ്പോഴും ഇവനെ ശ്രദ്ധിക്കാൻ ഒരാൾ അടുത്ത് തന്നെ വേണം. അതെങ്ങനെയാ? എനിക്ക് അടുക്കളയില് ജോലി ഒഴിഞ്ഞ സമയം വേണ്ടേ? എനിക്കിപ്പോ കുറച്ച് ശരീരം അനക്കാനൊക്കെ പറ്റുന്നുണ്ട് ചേച്ചി. മോന്റെ കാര്യങ്ങളൊക്കെ ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. എടി, നീ അല്ലെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, അത് പോരെന്നാ ഞാൻ പറഞ്ഞത്. മോനെ എണ്ണ തേച്ച് കുളിപ്പിക്കാനും മറ്റും പരിചയമുള്ള ഒരാള് തന്നെ വേണം. എനിക്ക് പറ്റും, പക്ഷെ അതിനിടയില് വേറൊന്നും ചെയ്യാനുണ്ടാവരുത്. ആ ദേ ഇവിടെ ഉള്ളതും ഇല്ലാത്തതൊക്കെ കണക്കാ. അവള് പറയുന്നതേ ജോലിക്കാരെ വെക്കണമെന്നാ. നമുക്കേ അച്ഛൻ വന്നിട്ട് ഒന്ന് പറഞ്ഞു നോക്കാൻ ചേച്ചി. ആ സരോജിനി ആന്റി ആണെങ്കിൽ സ്ഥലത്തില്ലാത്തത് കൊണ്ട്. അകത്തേക്ക് വരാലോ അല്ലേ? ആ വാങ്ങളെ വാങ്ങളെ. എന്നെ മോനെ കാണാൻ അങ്കിളെന്ത് ഇങ്ങോട്ട് കയറി വരാത്തെന്ന് ആലോചിക്കായിരുന്നു. ആ അല്ല, അമ്പിളി ഇവിടെ എന്തോ ജോലി ചെയ്യാണെന്ന് പറഞ്ഞല്ലോ. അത് കഴിയട്ടെ എന്ന് കരുതി. അത് കഴിഞ്ഞെങ്കിലേ മോൻ ഉറക്കമായി. ആണോ? ഞാനിന്ന് ഹോസ്പിറ്റലിൽ വന്നപ്പോഴും അവൻ ഉറക്കം തന്നെ. ഇനിയിപ്പോ നൂലെട്ടിനന്ന് ഞാൻ മോനെ വിശദമായിട്ടത് കാണുന്നുണ്ട്. അങ്കിൾ ഇരിക്കങ്ങളെ. മോനല്ല ഉറക്കമുണ്ടോ? കമ്പനിയിലെ കാര്യങ്ങൾ രഘുവായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ വന്നതിപ്പോൾ. ചില ഫയലുകൾ നോക്കാനും പിന്നെ ചെക്ക് ബുക്ക് സൈൻ ചെയ്ത് വാങ്ങാനാണ് ഞാൻ വന്നത്. മയൂരി ഗാർമെന്റ്സ് ഞാൻ രഘുവിന് വേണ്ടി വാങ്ങിക്കൊടുത്തു എന്നാണ് പുറമേ എല്ലാവരും വിശ്വസിക്കുന്നെങ്കിലും സത്യം നമുക്കല്ലേ അറിയുള്ളൂ. ബിസിനസ് എഗ്രിമെന്റുകളെല്ലാം അവന്റെ പേരിലാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും അവന്റെ സൈൻ വേണം. അതിന് രഘുവേട്ടൻ എന്തിനാങ്കിളെ ഇവിടെ അടയിരിക്കുന്നേ? ഇത്രയും വലിയ ബിസിനസ്സുകാരൻ കമ്പനിയിലല്ലേ ഇരിക്കേണ്ടത്? അതിന്റെ കാര്യം എന്താന്ന് നിനക്കറിയാലോ. നീ രഘുവിനെ എങ്ങനെ അകറ്റി നിർത്തുന്നത്? അവന് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം. എന്റെ അങ്കിളെ, എനിക്കിപ്പോ ചീരുവിന്റെയും കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കാൻ മാത്രമേ നേരമുള്ളൂ. എന്നിട്ട് മറ്റുള്ളവരുടെ ഭക്ഷണ കാര്യത്തിലും മറ്റും ഞാൻ ശ്രദ്ധിക്കുന്നുമുണ്ട്. അതിലപ്പുറമൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ആ അമ്പടി നിൽക്ക്. എനിക്ക് പറയാനുള്ള മുഴുവൻ നീ കേൾക്കണം. ദയ ചായ ഉണ്ടാക്കി കാണും, ഞാനത് എടുത്തിട്ട് വരാം. വേണ്ട, നീ ഇപ്പോൾ ഇവിടെ നിൽക്ക്. ചീരു, നീ ഒന്ന് പറവളോട്. ചേച്ചി അങ്കിളിന് പറയാനുള്ളത് കൂടി ഒന്ന് കേട്ടിട്ട് പോ. മോളെ, നിന്റെ തെറ്റിദ്ധാരണകൾ മാറട്ടെ എന്ന് കരുതിയ രഘു ഇവിടെ നിൽക്കുന്നത്. മാനസികമായ ഐക്യമില്ലെങ്കിൽ ഒരു വീട്ടില് ഒരുമിച്ച് കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും നീ രഘുവിനെ മനസ്സിലാക്കണം. നിന്റെ തെറ്റിദ്ധാരണകൾ മാറിയെന്നറിഞ്ഞാലേ അവന് അവന്റെ ബിസിനസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. ഇതൊന്നും ആരും പറഞ്ഞു ചെയ്യിക്കേണ്ടതല്ലെന്ന് അറിയാം. എന്നാലും ഞങ്ങളെല്ലാരും ഒരേ കാര്യം തന്നെ പറയുമ്പോ രഘുവേട്ടനോട് ക്ഷമിക്കാൻ അമ്പിളി ചേച്ചിക്ക് ശ്രമിച്ചൂടെ? ഞാൻ ശ്രമിക്കുന്നുണ്ട് ജീരു. എന്റെ ഭർത്താവല്ലേ, എന്റെ കുഞ്ഞിന്റെ അച്ഛനല്ലേ എന്ന ചിന്തയൊക്കെ എനിക്കുണ്ട്. ചില നേരത്ത് ഇരിപ്പ് കാണുമ്പോ എനിക്കും വിഷമം തോന്നിയിട്ടുണ്ട്. എന്ത് പ്രശ്നം ഉണ്ടായാലും സ്വന്തം ശരീരം മറന്ന് ചാടി ഇറങ്ങുന്ന ഒരു മനുഷ്യനല്ലേ.
ഈ കുടുംബത്തെ ഏതൊക്കെ ഘട്ടങ്ങളിൽ താങ്ങി നിർത്തിയ ആളാ രഘുവേട്ടൻ. അങ്ങനെ ഒരാൾ എനിക്ക് മുമ്പിൽ ഇങ്ങനെ തലകുനിച്ചിരിക്കുന്നത് കാണുമ്പോ ഓടിച്ചെന്ന് സാരില്ല രഘുവേട്ട എന്ത് പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ദാസങ്കള് രഘുവേട്ടനെ വിളിച്ചിരുന്നില്ലേ? ആ, ഇങ്ങോട്ട് വരുന്ന കാര്യം പറയാൻ വിളിച്ചിരുന്നു. അത് കേട്ടപ്പോ എനിക്ക് വലിയ വിഷമമായി. ഫോൺ വെച്ച ഉടനെ രഘുവേട്ടന്റെ അടുത്ത് പോയി എല്ലാം പറഞ്ഞു തീർക്കാന്ന് ഉറപ്പിക്കുകയും ചെയ്തതാ. പക്ഷെ അവസാനം രഘുവേട്ടൻ അവളുടെയും കുഞ്ഞിന്റെ വിശേഷം ചോദിക്കുന്നത് കേട്ടപ്പോ ഇനിയും ഞാൻ അയാളെ വിശ്വസിക്കണോ അങ്കിളെ? ക്ഷമിക്കണോ ഞാൻ ആ മനുഷ്യനോട്? മോളെ, അത് എന്താണെന്ന് വെച്ചാലേ ഒന്നും പറയണ്ട അങ്കിളെ, ഇനിയൊന്നും പറയണ്ട. പറ്റുമെങ്കിൽ അങ്കിള് പോകുമ്പോ കൂട്ടിക്കൊണ്ട് പൊയ്ക്കോ. എനിക്ക് അത്രയും സമാധാനം കിട്ടും.